നമസ്തേ. 3 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ ഐഡി കാർഡുള്ള രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് വോട്ട് ചോരി എന്ന PM മോദിയെ വിളിച്ച പിരിമുറിഞ്ഞ കള്ളൻ പ്രകാശിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ്. ഇതൊന്നുമല്ല, ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിനുള്ള കേസ് ഈ പെന്തക്കോസ് പാസ്റ്റർക്കുള്ള മരുന്ന് പുറകെ വരുന്നേയുള്ളൂ. വോട്ട് ചോരി എന്ന് ആക്രോശിച്ചവന്റെ കയ്യിൽ 4 ഇലക്ഷൻ ഐഡി കാർഡ്, അതും ഒരേ സമയം കർണാടകയിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ആന്ധ്രയിലും വോട്ടർ ID. അല്ല, ഇത് തന്നെയല്ലേ വോട്ട് ചോരി? ബംഗളൂരു കോടതി നടൻ പ്രകാശ് രാജിനെതിരെ 3ാം തവണയും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം സമൻസ് ഇറക്കിയിരിക്കുന്നു. കാരണം കോടതി 2 തവണ സമൻസ് അയച്ചിട്ടും ഹാജരായില്ല. സമൻസ് കൊടുക്കാൻ പോയപ്പോൾ വീടൊഴിഞ്ഞു പോയത്രേ. ഇവനൊക്കെയാണ് ഭരണഘടന ഉയർത്തിക്കാട്ടി PM മോദിയെ ചീത്ത പറയുന്നത്. 2019 ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ശാന്തിനഗർ നിയോജക മണ്ഡലത്തിലെ വോട്ടറാണെന്ന് സത്യവാങ്മൂലം കൊടുത്തു. പക്ഷേ അഡ്വക്കേറ്റ് K. ദിലീപ് കുമാറിന്റെ പരാതി പ്രകാരം ഇദ്ദേഹത്തിന്റെ പേര് കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര എന്നീ 4 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് പ്രകാരം ഒരാൾക്ക് ഒരു സ്ഥലത്ത് മാത്രമേ വോട്ടറാകാൻ പറ്റൂ. അത് തെറ്റിച്ചാൽ സെക്ഷൻ 31 പ്രകാരം കേസെടുക്കാം. പോത്തിനെന്തിന് ഏത്ത വാഴ, കൂടാതെ മുസ്ലിമിനെന്തിന് ബാണയുദ്ധം തെക്കൻ തിരുവിതാംകൂറിൽ പറയുന്ന പഴഞ്ചൊല്ലാണ്. ക്ഷമിക്കണം, മുസ്ലിം എന്നതിന് പകരം വേറൊരു വാക്കാണ്. ഇരട്ടത്താപ്പിന്റെ അപ്പോസ്തലനായ പ്രകാശൻ. ഒന്ന്, SIRനെ എതിർത്ത് വോട്ട് മോഷണം എന്ന് നിലവിളിച്ച അതേ പ്രകാശ് രാജ്. 2, ഇപ്പോൾ 4 സംസ്ഥാനത്ത് വോട്ടർ ID എന്ന ആരോപണം വന്നപ്പോൾ കോടതിയിൽ ഹാജരാകാൻ പോലും ധൈര്യമില്ല. 3, കള്ള ന്യൂസ് എന്ന് പറഞ്ഞ് Xൽ പോസ്റ്റ് ഇട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. എടോ പ്രകാശ് രാജ, നീ മറ്റുള്ളവരുടെ നേരെ ഒരു വിരൽ ചൂണ്ടുന്നതിന് മുൻപ് ബാക്കി 4 വിരലുകളും സ്വന്തം നേരെയാണ് ചൂണ്ടുന്നത് എന്ന് നീ മനസ്സിലാക്കിയില്ലല്ലോ. കൂടാതെ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം.